സുഹൃത്തുക്കളെ, നൗഫലാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഗംഗാവലി പുഴയുടെ തീരത്താണ്. നമുക്കറിയാം 2024 ജൂലൈ 16 ഇവിടെ ഒരു വലിയൊരു ദുരന്തം നടന്നിരുന്നു. എൻ്റെ പിറകിലായിട്ട് കാണുന്ന ഈ ഒരു സ്ഥലം നമുക്ക് കാണാം. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയും അഗാധമായ മൺകൂനകൾ ഒന്നായിട്ട് ഒരു പുഴയിലേക്ക്, അതുപോലെ തന്നെ ഈ റോഡരികിലേക്ക് മൊത്തത്തിൽ വീഴുന്ന ഒരു കാഴ്ചയാണ്. അതിൽ നമ്മുടെ പ്രിയ സുഹൃത്ത് അർജുൻ, കോഴിക്കോട് സ്വദേശിനി, കണ്ണാടിക്കൽ സ്വദേശിനിയായ അർജുൻ അതിൽ ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഏകദേശം 72 ദിവസങ്ങൾക്ക് അപ്പുറമാണ് അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം നമുക്ക് ലഭിക്കുന്നത്. അതോടൊപ്പം തന്നെ ആ ഒരു സ്ഥലത്ത് പോകുന്നവരിലൂടെ നമുക്ക് വളരെ വിഷമമാണ്. കാരണം വെച്ചിട്ടാണെങ്കിൽ നമുക്കറിയാം, നമ്മുടെ കേരളത്തിലെല്ലാവരും ജാതി മത വ്യത്യാസമില്ലാതെ എല്ലാവരും അർജുൻ തിരിച്ചു വരണം എന്നുള്ള ഒരു പ്രാർത്ഥനയുമായിട്ടായിരുന്നു നമ്മൾ മുന്നോട്ടിരുന്നത്. പക്ഷേ അവസാനം നമുക്ക് ജീവനോടെ അല്ലാതെ തന്നെ അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം മാത്രമാണ് ലഭിച്ചത്. ഈ വഴി യാത്ര ചെയ്യുമ്പോൾ എപ്പോഴും നമുക്ക് ഈ കാണുന്ന പ്രദേശങ്ങളൊക്കെ നമുക്ക് കാണാം. കാരണം വെച്ചിട്ടാണെങ്കിൽ അത്രയും വിഷമിപ്പിക്കുന്ന ഒരു കാഴ്ചയാണ്. അപ്പോൾ ആ ഒരു ഇന്നത്തേക്ക് ഏകദേശം ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ദിവസം, അതായത് നമുക്ക് ഈ കേരളം മൊത്തത്തിൽ വളരെ സങ്കടത്തിലും അതുപോലെ തന്നെ പ്രാർത്ഥനയിലും നിന്ന ദിവസമായതുകൊണ്ട് തന്നെ ഇതുവഴി പോകുമ്പോൾ ഒന്ന് ഓർത്തു പോകും. കാരണം ചില സന്ദർഭങ്ങളിൽ നമുക്ക് മനസ്സിലാവും. കാരണം വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മനസ്സിലേറ്റ മുറിവാണ്. ആ ഒരു മുറിവ് ഇതിലൂടെ യാത്ര ചെയ്യുമ്പോൾ എന്നും നമുക്ക് എന്താ പറയുക, അതുപോലെ തന്നെ നിലനിൽക്കുന്നൊരവസ്ഥയാണ്. ഈ ഒരു ഭാഗത്തായിരുന്നു നമുക്ക് ലോറി ഡ്രൈവർമാരുടെ ഒരു സ്ഥിര താവളം എന്ന് തന്നെ പറയാം. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ വാഹനം ഈ റോഡരികിലൂടെ യാത്ര ചെയ്യുന്ന സമയങ്ങളിൽ അവർ കുറച്ച് നേരം വാഹനം നിർത്തിയിട്ട് ഒന്ന് വിശ്രമിക്കാൻ എടുക്കുന്ന ഒരു ഭാഗമായിരുന്നു ഈ ഒരു ഭാഗം. അതോടൊപ്പം തന്നെ ഇവിടെ ഒരു ചായക്കട ഉണ്ടായിരുന്നു. ജഗന്നാഥ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ചായക്കടയായിരുന്നു. അദ്ദേഹത്തിൻ്റെ വാഹനവും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഭാര്യ എല്ലാം ഈ ഒരു മണ്ണിടിച്ചിൽ പൂർണ്ണമായും എന്താ പറയുക നശിച്ചു എന്നേക്കുമായിട്ട് വേർപിരിഞ്ഞു പോയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ ഒരു ഭാഗത്തായിരുന്നു നമുക്ക് കാണാൻ ഇവിടെ ഒരു നായ ഉണ്ടായിരുന്നു. ആ ഒരു നായയാണ് തോന്നുന്നു, എനിക്കറിയത്തില്ല, ഞാൻ വന്ന സമയം മുതലേ കാണുന്നുണ്ട് ഈ ഒരു നായ. അവരിവിടെ വളർത്തുന്ന ഒരു നായ ഉണ്ടായിരുന്നു. അതൊക്കെ നമ്മൾ കഴിഞ്ഞ ഈ ഒരു സമയങ്ങളിൽ നമുക്ക് എന്താ പറയുക, ആ ഒരു നായനൊക്കെ നമ്മൾ കണ്ടിരുന്നു കേട്ടോ. അപ്പോൾ അത്രയും എന്താ പറയുക, ആ ഒരു അഗാധമായ ഒരു ഗർത്തം, അതായത് ഒരു ബൂച്ച, അതായത് ഒരു അത്ര ശക്തമായ ഒരു എന്താ പറയുക, നമുക്ക് പറഞ്ഞ് വാക്കുകൾ അവസാനിപ്പിക്കാൻ പറ്റാത്ത അത്രയും ഭീമമായ ഒരു അപകടമാണ് ഈ ഒരു ഭാഗത്തുണ്ടായത്. കാരണം എന്താ വെച്ചിട്ടാണെങ്കിൽ ഏതായാലും നമ്മുടെ പ്രിയ സുഹൃത്തെ നമ്മൾ വിട്ടു പിരിഞ്ഞു. ഈ ഒരു ദിവസത്തിൽ എന്നും അദ്ദേഹത്തെ ഓർക്കുന്നു. അതോടൊപ്പം തന്നെ ഈ ഒരു നിമിഷം ഇനിയിപ്പം യാത്ര ചെയ്യുന്ന ആളുകളൊക്കെ നമ്മളെ കൂട്ടത്തിലുണ്ടാവും. പ്രത്യേകിച്ച് ഇതുപോലെയുള്ള ഡേഞ്ചർ സ്ഥലങ്ങളിലൊന്നും ആരും നിൽക്കാതിരിക്കുക. കാരണം വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ അപകടം ഇനി ആർക്കും, അതുപോലെ തന്നെ ഒരു കുടുംബത്തിന് ഇനി വരാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അപ്പം വീഡിയോ ഇവിടെ വെച്ചിട്ട് അവസാനിപ്പിക്കുകയാണ്. നന്ദി, നമസ്കാരം.